പ്രാർത്ഥനകൾ പല രീതിയിൽ പലർ നടത്തുന്നു. ചിലർ അധരം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, മറ്റു ചിലർ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് വരാതെ എങ്ങനെയൊക്കെ അധരം കൊണ്ട് പ്രാർത്ഥിച്ചാലും അതിന് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. പ്രേയിങ് ഫ്രം ദി ഹാർട്ട്, ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുക എന്നതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. തിരുവചനം പറയുന്നു, 62-ാം സങ്കീർത്തനം 8-ാം വാക്യം, pour out your heart before God. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ മുൻപിൽ പകരുവീൻ. God doesn't like the lip service. അധര സേവനം ദൈവത്തിന് ഇഷ്ടമല്ല. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുന്നതിന് മുൻപായി എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നായിരുന്നു പഠിപ്പിച്ചത്. അതിലൊന്നത്രേ, നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. ഹൃദയത്തിൽ നിന്നും ദൈവത്തെ അന്വേഷിക്കുന്നവരെയും ദൈവത്തോട് അപേക്ഷിക്കുന്നവരെയുമാണ് അവിടുന്ന് ഇഷ്ടപ്പെടുന്നതും അവരുടെ ആവശ്യങ്ങളിൽ മനസ്സലിയുന്നതും. തിരുവചനം പറയുന്നു, യിരെമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം 13-ാമത്തെ വാക്യം, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും, നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും. ഹൃദയത്തിൽ നിന്നുള്ള ഒരു കരച്ചിൽ, ഒരപേക്ഷ, ഒരന്വേഷണം ദൈവത്തെ പിടിച്ചു നിർത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്നർത്ഥമാകുന്നത് എനിക്ക് പ്രവർത്തിക്കാതിരിപ്പാൻ കഴിയുകയില്ല എന്നാണ്. ഹൃദയത്തിൽ നിന്നും കഴിച്ച ഒരു പ്രാർത്ഥനയായിരുന്നു പഴയ നിയമത്തിലെ ഹന്ന നടത്തിയത്. ഒരു കുഞ്ഞിനെ ലഭിക്കാനായിട്ടുള്ള പ്രാർത്ഥന, അവളുടെ വ്യസനം മാറുവാനായിട്ടുള്ള ഒരു പ്രാർത്ഥന. അങ്ങനെ വളരെ മനോവ്യസനത്തോടും സങ്കടത്തോടും കൂടെ അവൾ കഴിച്ച പ്രാർത്ഥനയെപ്പറ്റി തിരുവചനം പറയുന്നത് ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം, ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. അങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ ഹൃദയം പകർന്നത് നിമിത്തം യഹോവ അവളെ ഓർത്ത് ഒരു പുരുഷ സന്താനത്തെ നൽകുകയുണ്ടായി. തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയ അനന്തരം ഹന്ന നന്ദി വാചകത്തിൽ ഇങ്ങനെ പറഞ്ഞു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച ഹന്നായിക്ക് ഹൃദയം കൊണ്ട് ദൈവത്തിൽ ആനന്ദിക്കുവാൻ കഴിഞ്ഞു. ജോൺ ബെനിയൻ പറഞ്ഞതത്രേ, ഇൻ പ്രയർ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ ഹാർട്ട് വിത്തൗട്ട് വേർഡ്സ് ദാൻ വേർഡ്സ് വിത്തൗട്ട് എ ഹാർട്ട്. ഹൃദയത്തിൽ നിന്നും വരാത്ത വാക്കുകളേക്കാൾ വാക്കുകളില്ലാത്ത ഹൃദയം പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഹൃദയത്തിൽ നിന്നും ദൈവസന്നിധിയിൽ കഴിക്കുന്നതാകട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.